അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള ഫേക്ക് കറൻസി ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ ഒരുക്കുകയും അതിന് കാവൽക്കാരെ ഇരിക്കുകയും അങ്ങനെയുള്ളവരെ സഹായിക്കുകയും അവരെ MLA വരെ ആക്കുകയും ചെയ്യുന്ന ഓപ്പോസിഷൻ ഇന്ത്യ അലയൻസിലുള്ള നേതാക്കന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കരുത്. അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഒരു രീതിയിൽ രാജ്യദ്രോഹികളാണ്. ഭാരതത്തിൻ്റെ ആർമിയെ അവഹേളിക്കുകയും ഭാരതത്തെ പരസ്യമായിട്ട് അവഹേളിക്കുകയും പുൽവാമ അറ്റാക്ക് നടത്തിയത് നമ്മളെ ആർമിയാണെന്ന് പോലും, നമ്മുടെ ആർമിയുടെ അനാസ്ഥ മൂലമാണെന്ന് പോലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ഇത്രയും നമുക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന നമ്മുടെ സോൾജേഴ്സിനെ അപമാനിക്കുകയും നമ്മുടെ ആളുകൾ മരിക്കുമ്പോൾ പലസ്തീന് വേണ്ടിയും ബംഗ്ലാദേശികൾക്ക് വേണ്ടിയും, ബംഗ്ലാദേശിൽ തന്നെ നമ്മുടെ ആളുകളെ കത്തിച്ചു കൊല്ലുകയാണ്, അവർക്ക് വേണ്ടി ഒഴുക്കുകയും ചെയ്യുന്ന ആ ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ഈ ഫേക്ക് കറൻസി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നട്ടെല്ല് തകർക്കാനുള്ള ഒരു വ്യവസ്ഥയാണ്. അതൊരു ചെറിയ കാര്യമല്ല. നമ്മളതിനൊരു ചെറിയ കാര്യമായി എടുത്തിട്ട് തള്ളിക്കളയരുത്. ഈ ചിരിക്കുന്ന മുഖവുമായി വന്നിട്ട് നമ്മളെല്ലാവരും മതസൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കണം, അതൊക്കെ നല്ല കാര്യമാണ്. അത് BJPയും പറയുന്നുണ്ട്. പ്രധാനമന്ത്രി കണ്ടില്ലേ, ഷെയ്ഖുമാരെ കൂടെ നടക്കുന്നുണ്ട്. അബുദാബിയിലെ നല്ല മുസ്ലിംസ്, സൗദിയിലെ നല്ല മുസ്ലിംസ്. പക്ഷേ ഈ തീവ്രവാദികളെ കൂടെ നമ്മുടെ പ്രധാനമന്ത്രി കാണില്ല. പക്ഷേ ഈ ഓപ്പോസിഷൻ ടീമിലുള്ളവരെ പലരെയും തീവ്രവാദികളായി പിടിക്കപ്പെടുകയും പിടിക്കപ്പെടാൻ സാധ്യതയുള്ളവരും ആയിരിക്കുന്നവരും തീവ്രവാദികളായിട്ട് മരണമടഞ്ഞ ആളുകളുടെ കൂടിയൊക്കെ അവരുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇനി ഈ റിസ്ക് നമ്മുടെ ഭാരതത്തിൽ നമ്മൾ എടുക്കാൻ പാടില്ല. ഇനിയും അവർക്ക് നമ്മൾ അവസരം കൊടുത്താൽ അത് അവരുടെ മിടുക്കല്ല, നമ്മുടെ കുറ്റമാണ്. മനസ്സിലാക്കുക, ഈ ഫേക്ക് കറൻസി മൂലം, ഈ ബ്ലാക്ക് മണി, ടാക്സ് ചെയ്യപ്പെടാത്ത കറൻസി മൂലം നമുക്കുണ്ടായ നഷ്ടം അത് കൂടുതലായിട്ട് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നോട്ട് നിരോധനം. ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നോട്ട് നിരോധനം പ്രധാനമന്ത്രി ഏർപ്പാടാക്കിയത്. നമ്മൾ അദ്ദേഹത്തെ ഒരുപാട് വിമർശിച്ചു അതിനുവേണ്ടി. പക്ഷെ ഇപ്പോൾ അതിൻ്റെ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ആ മനുഷ്യനോടും അവരുടെ കമ്മിറ്റ്മെൻറ്റിനോടും ഒരു ബഹുമാനം തോന്നാനായിട്ടിടയാണ്. പുൽവാമയിൽ നമ്മുടെ ആളുകൾ മരിച്ചപ്പോൾ സഹതപിക്കുകയും പാകിസ്ഥാനികൾക്ക് നിങ്ങൾ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ള മെസ്സേജ് കൊടുക്കുകയും മറ്റുള്ള എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളെ സംസാരിച്ച് അവരുമായിട്ട് നല്ല ധാരണ ഉണ്ടാക്കിയ ശേഷം, അമേരിക്കയായിട്ട് വരെ നല്ല ധാരണ ഉണ്ടാക്കിയ ശേഷം ടെററിസ്റ്റ് ഏരിയാസിനെ മാത്രം അടിച്ച് ഒതുക്കുകയും സാധാരണക്കാരെ ഉപദ്രവിക്കാത്ത, പാകിസ്ഥാനിലെ ആണെങ്കിൽ പോലും അവരെ പോലും ഉപദ്രവിക്കാത്ത അങ്ങനെ ഒരു നല്ല മനുഷ്യനെ ആ ദൈവം നമുക്ക് പ്രധാനമന്ത്രിയായിട്ട് തന്നിരിക്കുന്നു. വിമർശിച്ചോ? ബൈബിൾ പിടിച്ച് ദൈവത്തെ വിളിക്കുന്ന ആളുകൾ വിമർശിച്ചോ? കുഴപ്പമില്ല. പക്ഷേ പ്യൂട്ടിൻ ഇവിടെ വന്നപ്പോൾ ഭഗവത്ഗീത അദ്ദേഹത്തിന് കൊടുത്തു, റഷ്യൻ ഭാഷയിലുള്ള. പ്യൂട്ടിൻ്റെ കയ്യിൽ ഒരു സംസ്കൃത ബൈബിള്, പുതിയ നിയമം കൊടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വളരെ എളിമയോടെ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോയി അവിടുത്തെ പള്ളിയിലെ പുരോഹിതനോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ഒരു ഹിന്ദി വേദപുസ്തകം അവരുടെ അടുത്തു നിന്ന് മേടിക്കുകയും വളരെ ആദരവോടുകൂടി അത് തൻ്റെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്ത മനുഷ്യനാണ് ഈ പ്രധാനമന്ത്രി. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും. പക്ഷെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയുടെ രാജ്യത്തിലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജ്യത്തിലോ NDAയുടെ രാജ്യത്തിലോ ഒന്നും ഭയക്കാനില്ല. ഈ ഭയം നമ്മുടെ മനസ്സിനകത്ത് പടർത്തിയിട്ട് നമ്മളൊരു ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. അവിടെ നമ്മളെ ഹിന്ദു സഹോദരങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിച്ചിട്ട് നമ്മളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന
മുതലക്കണ്ണുനീര് കരയുന്ന ആളുകളെ നമ്മൾ സൂക്ഷിക്കണം. അവർ നമ്മുടെ രാഷ്ട്രത്തിന് എതിരാണ്. ഈ ഫേക്ക് കറൻസിയെ പറ്റി ഇവരാരെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഈ ബ്ലാക്ക് മണി സർക്കുലേഷനെ പറ്റി ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവരൊക്കെയല്ലേ അതിനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുന്നത്. ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യും. ഓപ്പണായിട്ടാണ് തീവ്രവാദികളെ കൂടെ പോയി പടം എടുക്കുകയും ചെയ്യുന്നത്. ഇത്രയും ആളുകളെ കൊന്ന് അവരെപ്പറ്റി എല്ലാ മാധ്യമങ്ങളും അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ പോലും അവർ തീവ്രവാദിയാണെന്ന് പ്രഖ്യാപിച്ച ആളുകളെ ന്യായീകരിക്കുകയും ചെയ്യാനായിട്ട് നടക്കുന്ന ആ വ്യക്തികൾ നല്ല മനുഷ്യരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്നോ. ഇസ്രായേലിൻ്റെ നാഥനാണ് നമ്മുടെ ദൈവമായ യഹോവ. ഇസ്രായേലിനെ എതിർക്കുകയും ഇസ്രായേൽ പൂർണ്ണമായിട്ട് നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഹമാസ്, ഹെസ്ബുള്ള, ഹൂത്തി പോലുള്ള തീവ്രവാദ സംഘടനകളെ ന്യായീകരിക്കുകയും അവർക്ക് വേണ്ടി കരയുകയും ചെയ്യുന്ന, അവരെ സഹായിക്കാനായിട്ട് ഒരുങ്ങുന്ന, അവരെ സഹായിക്കുന്ന ഇറാനെ എല്ലാ സ്ഥലത്തും ഡിഫെൻഡ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെയും എൻ്റെയും സഹോദരങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറുതെ ഒന്നുമല്ല അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അമേരിക്കയുടെ വലിയ ഫാനൊന്നുമല്ല ഇപ്പോൾ, പല കാരണങ്ങൾ കാരണം. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്നത്, നിങ്ങളൊരു വിശ്വാസിയാണ്, ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും അകത്ത്, നമ്മൾ ഓരോരുത്തരുടെയും അകത്ത് ഒരു ഇസ്രായേലുണ്ട്, ഒരു യഥാർത്ഥ ഇസ്രായേലുണ്ട്. ആ ഇസ്രായേലിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. യഹൂദ ഗോത്രത്തിലെ സിംഹം, ദാവീദിൻ്റെ വേരുമായവൻ. അബ്രഹാമിൻ്റെ മക്കളായിരിക്കുന്ന ഇസ്രായേലിനെ നശിക്കാനായിട്ട് അവൻ സമ്മതിക്കില്ല. ഇസ്രായേൽ ഒരിക്കലും പറഞ്ഞില്ല മുസ്ലിങ്ങളെല്ലാം നശിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ നേരെ തിരിച്ച് ചില മുസ്ലിങ്ങൾ, എല്ലാ മുസ്ലിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സൗദിയിലെ നല്ല മുസ്ലിങ്ങളുണ്ട്, ഖത്തറിലെ നല്ല മുസ്ലിങ്ങളുണ്ട്, നമ്മുടെ അബുദാബിയിലെ UAE നല്ല മുസ്ലിങ്ങളുണ്ട്. പക്ഷെ ചില മുസ്ലിങ്ങളുടെ ധാരണ എന്ന് പറഞ്ഞാൽ ഭൗതിക ഇസ്രായേലിനെ മുഴുവനായിട്ട് നശിപ്പിക്കണം എന്നാണ്. അതിൻ്റെ ആവശ്യം എന്താണ് അവർക്ക്? അവർക്ക് സമാധാനപരമായിട്ട് അവരുടെ സഹോദരങ്ങളല്ലേ, അവരെ കൂടെ ജീവിച്ചാൽ പോരെ? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? ഫ്രീ പലസ്തീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർ പലസ്തീനിൽ അവരുടെ സ്ഥലങ്ങളെ മാത്രം ഫ്രീ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് ഇസ്രായേലിയർ മുഴുവനായിട്ടും പലസ്തീനിൽ നിന്ന് മാറിയിട്ട് പലസ്തീൻ മുഴുവനും ഒരു ഇസ്ലാമിക രാഷ്ട്രമായി തീരണം എന്നാണ്. അത് എന്തായാലും നടക്കാൻ പോകുന്നില്ല. അതിന് ഇസ്രായേലും കൂട്ടു നിൽക്കാൻ പോകുന്നില്ല. അവരാരെങ്കിലും അവരെ തന്നെ മാറ്റാനായിട്ട് സമ്മതിക്കുമോ? വെസ്റ്റേൺ കൺട്രീസും കൂട്ടു നിൽക്കാൻ പോകുന്നില്ല. ഭാരതം നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോളം കൂട്ടു നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ഓരോ വോട്ട് കൊടുക്കുമ്പോൾ ആരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? അവർ ഇസ്രായേലിന് അനുകൂലമല്ല, അവർ ഭാരതത്തിന് അനുകൂലമല്ല, ദൈവത്തിനും ദൈവരാജ്യത്തിനും അനുകൂലമല്ല. ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷത്തിനകം എത്ര മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും കേസുകളാണ് വർദ്ധിച്ചത് എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. നേരെ തിരിച്ച് ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മദ്യമില്ല, മയക്കുമരുന്നുമില്ല. അതാണ് ഒരു നല്ല ഭരണാധികാരി ചെയ്യേണ്ടത്. മദ്യത്തെയും മയക്കുമരുന്നിനെയും ഒഴിവാക്കുന്നതിന് പകരം ആദ്യം അത് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള അവസ്ഥകൾ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ആളുകൾ നിങ്ങൾ കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി കുറേ പരസ്യങ്ങൾ ഇറക്കുക. അതിനും കുറേ ചിലവ്. ഈ 2 ചിലവും ഒഴിവാക്കരുതോ? മദ്യം എന്തുകൊണ്ട് നിരോധിച്ചുകൂടാ? മദ്യപാനം ശരീരത്തിനും ആത്മാവിനും കുടുംബത്തിനും ഹാനികരമാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ നിരോധിക്കാൻ തയ്യാറുള്ള നരേന്ദ്രമോദിയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? എന്നാൽ നമ്മുടെ കണ്ണ് പിശാച് വന്ന് കുരുടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ നമ്മുടെ FCRA പോയാലോ, അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ വലിയ വലിയ വസ്തുക്കളുണ്ട്, നമ്മൾ അത് അനധികൃതമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നഷ്ടപ്പെട്ടാലോ എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുള്ളൂ. നമ്മളെ രാഷ്ട്രം നശിച്ചു പോയാൽ നമുക്കൊരു വിഷമവുമില്ല. നമ്മൾ ഈ രാഷ്ട്രത്തിൻ്റെ സിറ്റിസൺസ് അല്ലേ. നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? ഞങ്ങളുടെ അപ്പന്മാരും ഫ്രീഡമിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രത്തിന് ഇന്ന് ആവശ്യമുള്ള ഫ്രീഡം എന്ന് പറയുന്നത്
തീവ്രവാദത്തിൽ നിന്നും, കറപ്ഷനിൽ നിന്നും, ഫേക്ക് കറൻസിയിൽ നിന്നും, മത രാഷ്ട്രീയത്തിൽ നിന്നും, കാസ്റ്റ് ബേസിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്നുമുള്ള ഫ്രീഡമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ മതത്തിനും കാസ്റ്റിനും ഒക്കെ അപ്പുറത്തായിട്ട് ചിന്തിക്കാനും, നമ്മൾ ആരാണ്, നമ്മൾ എന്തിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു പ്രാഗൽഭ്യം ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തെരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ചെറിയ ചെറിയ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, ഭാവി തലമുറകളെ മദ്യത്തിനും മയക്കുമരുന്നിനും സ്മോക്കിങ്ങിനും അടിമയാക്കാൻ വരെ നമ്മൾ തയ്യാറാണ്. എനിക്ക് സുവിശേഷം പറയാനായിട്ട് സാധിക്കുമോ? നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ആ കുടുംബത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും വിശ്വാസികളല്ല. അവരുടെ ചില രീതിയിലുള്ള എതിർപ്പുകൾ എപ്പോഴും ഉണ്ടാവും എനിക്ക്. അങ്ങനെയുള്ള എനിക്ക് പോലും എൻ്റെ രാഷ്ട്രത്തിൻ്റെ കാര്യം വരുമ്പോൾ സുവിശേഷം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഞാൻ വിശ്വാസി പോലും നിൽക്കേണ്ട കാര്യമില്ല, ഇത്രയും സഹിച്ചിട്ട്. എന്നാൽ രാഷ്ട്രത്തിൻ്റെ കാര്യം വരുമ്പോൾ, ഇസ്രായേലിൻ്റെ കാര്യം വരുമ്പോൾ, മദ്യം, മയക്കുമരുന്ന്, സ്മോക്കിംഗ് ഇതിൻ്റെ കാര്യം വരുമ്പോൾ, കറപ്ഷൻ, ടെററിസം ഇതിൻ്റെ കാര്യം വരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരൊറ്റ ആശയം മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എതിർക്കുന്ന NDA, നരേന്ദ്ര ദാമോദർ ദാസ് ആത്മനിർഭർ മോദിജിയുടെ പാർട്ടിയെ തന്നെ ഞാൻ ജയിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങളൊരു വിശ്വാസിയാണ്, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഇപ്രാവശ്യം വോട്ട് ചെയ്യുമ്പോൾ അത് നമ്മളെ ആൾക്കാരാണ്, ഇത് അവരുടെ ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് ജാതിയും മതവും ഇതൊക്കെ നോക്കിയിട്ട് നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കുന്നവരുടെ കയ്യിലേക്ക് നമ്മുടെ സംസ്ഥാനം വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കരുത്. നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കുന്ന, അതിൻ്റെ നട്ടിലൊടിക്കുന്ന കാര്യങ്ങളാണ് ഈ കറപ്ഷൻ എന്ന് പറയുന്നത്, ഈ തീവ്രവാദം എന്ന് പറയുന്നത്, ഈ ഫേക്ക് കറൻസി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾക്കൊക്കെ വഴിയൊരുക്കി കൊടുക്കുന്നവർക്ക് വോട്ട് കൊടുക്കുന്നതിന് പകരം ഇതിനെ മുഴുവനായിട്ടും ഇല്ലാതാക്കും എന്ന് പറയുകയും, ഒരു പാവപ്പെട്ട മനുഷ്യനാണ് നരേന്ദ്രമോദി. ഞാൻ എന്താ അങ്ങനെ പറയാനുള്ള കാരണം, 5000-ൽ പരം കോടി രൂപയുടെ ഭൂമി അനധികൃതമായിട്ട് പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു കേസ് നമ്മുടെ ഗാന്ധി പരിവാറിന് മുകളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 5 കോടി പോലും തികച്ചു പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ പേരിലില്ല. എത്ര കൊല്ലമാണ് ആ മനുഷ്യൻ ശുശ്രൂഷ ചെയ്തത്? ഭാരതത്തിൻ്റെ ശുശ്രൂഷ. 15 കൊല്ലം ഗുജറാത്തിൻ്റെ CM, ഇപ്പോൾ ഓൾമോസ്റ്റ് 15 കൊല്ലം ഭാരതത്തിൻ്റെ PM. 30 കൊല്ലത്തോളം ഒരു മനുഷ്യൻ ഏറ്റവും ഹയസ്റ്റ് ഓഫീസിൽ നിന്നിട്ടും അയാളിൽ ഒരു കറപ്ഷൻ കാണിക്കാൻ ഗാന്ധി പരിവാറിനോ, കേജ്രിവാൾ പരിവാറിനോ, ശരത് പരിവാറിനോ കഴിയുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? അതുപോലെയാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യാം. നമ്മുടെ മനസ്സിലുള്ള കയ്പ്, വിദ്വേഷം, പക, പിണക്കം ഇതൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ. ഹിന്ദുക്കളല്ല നമ്മുടെ ശത്രുക്കൾ, കേട്ടോ. അവരുടെ വിഗ്രഹങ്ങളും അല്ല നിങ്ങളുടെ ശത്രുക്കൾ. കയ്പ്, വിദ്വേഷം, പക, പിണക്കം, ജാരശങ്ക ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആത്മാവിൻ്റെ ഫലം എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, മീക്ക്നെസ്, ഗുഡ്നെസ്, ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇനി മുസ്ലിങ്ങളായിട്ടുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ജിഹാദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജിഹാദിനെ പറ്റി ഒരു ക്ലാസ് ഞാൻ ഈ വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു 5 ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. യഥാർത്ഥ ജിഹാദ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊല്ലുന്നതല്ല സഹോദര. യഥാർത്ഥ ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തുള്ള മലിനതകളെ ഓരോന്നായി കൊല്ലുന്നതാണ്. ദൈവത്തോട്, ആ ഏക ദൈവത്തോട് അടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെ മലിനത നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടോ അത് ഓരോന്നും എടുത്ത് പതുക്കെ ആകട്ടെ അതിനെ കളയാനുള്ള മനസ്സും അതിനെ കളയുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന കാര്യമായിരിക്കണം ജിഹാദ്. അല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞാൽ പാൻ്റ് അഴിച്ച് വസ്ത്രം അഴിച്ച് അവിടെ നോക്കി ഇവിടെ നോക്കി വെടിവെക്കുന്നതല്ല. അതൊക്കെ അതിൻ്റെ ഒരു മിസ് ഇൻ്റർപ്രിട്ടേഷനാണ്, വളരെ വൾഗറായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ ഭാരതത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും യഥാർത്ഥ ശത്രുക്കളായിരിക്കുന്ന തീവ്രവാദികളെ തിരിച്ചറിയുക. ഈ തീവ്രവാദികൾ മരിക്കുമ്പോൾ വിഷമം തോന്നുന്നവരെ തിരിച്ചറിയുക. ഈ തീവ്രവാദികളെ പുറകിൽ നിന്നും മുന്നിൽ നിന്നും സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടി റാലി എടുക്കുകയും
റാലി ഇറക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിയുക. അഴിമതിക്കാരോടൊപ്പം നിന്ന് ഇലക്ഷൻ മത്സരിച്ച് വമ്പൻ തോൽവികൾ സമ്പാദിച്ചു വെക്കുന്നവരെ തിരിച്ചറിയുക. ലാലു പ്രസാദ് എന്ന് പറഞ്ഞാൽ ഫ്രോഡ് സ്കാമിനകത്ത് 15-20 കൊല്ലം